നമസ്കാരം. 2023 ഒക്ടോബർ 7 ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും അവർക്ക് മറക്കാൻ കഴിയാത്ത ഒരു ദിനമാണ്. അന്നാണ് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി 1000-ലധികം പേരെ കൊല്ലുകയും നൂറുകണക്കിന് ആളുകളെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തത്. എന്നാൽ ഇസ്രായേലാകട്ടെ ഈ ആക്രമണത്തിന് പിന്നിലെ സൂത്രധാരന്മാരെ ഓരോരുത്തരെയായി തെരഞ്ഞു പിടിച്ച് വധിക്കുകയായിരുന്നു. അത് യാഹ്യ സിൻവർ ആണെങ്കിലും ഇസ്മായിൽ ഹനി ആണെങ്കിലും അതിൻ്റെ താഴോട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാവരെയും അവർ കൊന്നൊടുക്കിയിരുന്നു. ഇതിൽ അവശേഷിക്കുന്നത് ഇനി ഒരൊറ്റ ആൾ മാത്രമായിരുന്നു. ഇയാളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ കഴിഞ്ഞ കുറേ നാളുകളായി ഗാസയിൽ തിരച്ചിൽ നടത്തിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഹമാസും ഇസ്രായേലുമായി വെടിനിർത്തൽ ധാരണയായിരുന്നു. അതിനുശേഷം വലിയ തോതിലുള്ള ആക്രമണങ്ങൾ അവിടെ നടന്നിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം അവർ വളരെ കൃത്യമായി തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കുക തന്നെ ചെയ്തു. ഇസുദ്ദീൻ അൽ ഹദാദ് എന്ന ഹമാസിൻ്റെ സൈനിക മേധാവിയെ ഇസ്രായേൽ സൈന്യം വധിച്ചിരിക്കുന്നു. ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. തങ്ങളുടെ രാജ്യത്തേക്ക് അതിക്രമിച്ച് കയറി ഈ കൂട്ടക്കൊലയും തട്ടിക്കൊണ്ടുപോകലും എല്ലാം നടത്തിയ ആളുകളുടെ അവസാനത്തെ കണ്ണിയും കൊല്ലപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ അവരെ വധിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് അവർ ഇതിലൂടെ നടത്തിയിരിക്കുന്നത്. നേരത്തെ ഹമാസിൻ്റെ സൈനിക മേധാവിയായിരുന്ന മുഹമ്മദ് സിൻവാറിനെ, അതായത് യാഹ്യ സിൻവാറിൻ്റെ സഹോദരനെ ഇസ്രായേൽ വധിച്ചതിന് പിന്നാലെയാണ് ഇയാൾ പുതിയ സൈനിക മേധാവിയായി ചുമതലയേറ്റത്. അൽ ഹദാദ് താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റും ആക്രമണം ഉണ്ടായാൽ ഇയാൾ രക്ഷപ്പെടാൻ സാധ്യതയുള്ള വാഹനങ്ങളുമെല്ലാം തന്നെ ഇസ്രായേൽ സൈന്യം തകർത്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. 3 യുദ്ധവിമാനങ്ങൾ ഒരേ സമയം എത്തിയാണ് ഈ അപ്പാർട്ട്മെൻറ്റിനും അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത്. 13 അതിതീവ്ര മാരക ശേഷിയുള്ള ബോംബുകളാണ് അവർ ഇവിടേക്ക് പ്രയോഗിച്ചത്. അതേ തുടർന്നാണ് ഇയാളും ഇയാളുടെ അനുയായികളും എല്ലാം തന്നെ കൊല്ലപ്പെട്ടത്. ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചിരുന്ന പിന്നീട് മോചിപ്പിച്ച പലരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആഹ്ലാദത്തിൻ്റെ നിമിഷമാണ് എന്നാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം അവരെല്ലാം തടവറകളിലിട്ട് അതിക്രൂരമായി പീഡിപ്പിക്കുന്നതിനും കൊല്ലാക്കൊല ചെയ്യുന്നതിനും കൊല്ലുന്നതിനും എല്ലാം തന്നെ നേതൃത്വം കൊടുത്തിരുന്ന വ്യക്തിയായിരുന്നു ഈ അൽ ഹദാദ്. ഇയാൾ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിൽ ആക്രമണത്തിന് പിന്നാലെ അവിടെ നിന്ന് വലിയ കനത്ത തോതിൽ തീപിടുത്തം നടക്കുന്നതും പുകച്ചുരുൾ ഉയരുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഇയാൾ ഒരു കാരണവശാലും രക്ഷപ്പെട്ടിരിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ കരുതുന്നത്. ഒരുപക്ഷെ ഹമാസ് ഈ സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. കാരണം വെടിനിർത്തൽ നിലവിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ എന്തിനാണ് ആക്രമണം നടത്തിയത് എന്നുള്ള ചോദ്യം അവിടെ ഉയരും. കാരണം അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഈ താൽക്കാലികമായി വെടിനിർത്തൽ അവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ആളുകളെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാക്കൊല ചെയ്തവരെയും അതുപോലെ അവിടെ ആ സംഗീതമേള നടക്കുന്ന നോവ സംഗീതമേള നടക്കുന്ന സ്ഥലത്ത് ആളുകളെ ഓടിച്ചിട്ട് ക്രൂരമായി കൊല്ലുകയും കൊച്ചു കുട്ടികളെപ്പോലും അവരുടെ മാതാപിതാക്കളുടെ കണ്ണുമുന്നിൽ വെച്ച് കൊന്നുകൊള്ളുകയും ചെയ്ത ഹമാസ് തീവ്രവാദികളോടുള്ള പക ഒരിക്കലും ഇസ്രായേൽ അവസാനിപ്പിക്കുന്നില്ല. ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് വളരെ കൃത്യമായി തന്നെ നിരീക്ഷിച്ച് ഇവരെ ഓരോരുത്തരെയായി കൃത്യമായി തന്നെ വധിക്കുകയായിരുന്നു. ഹമാസിൻ്റെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയ സുരക്ഷിതനായി ഖത്തറിൽ താമസിച്ചിരുന്ന ഇയാൾ പിന്നീട് ഇറാനിൽ അവിടുത്തെ പ്രസിഡന്റ് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ അവിടെയുള്ള ഇറാൻ സൈന്യത്തിൻ്റെ 3 ലെയർ സുരക്ഷാ സംവിധാനമുള്ള ഗസ്റ്റ് ഹൗസിൽ താമസിക്കുമ്പോഴാണ് ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതുപോലെ യാഹ്യ സിൻവർ തൻ്റെ നേരെ പാഞ്ഞു വരുന്ന മിസൈലിനെ കണ്ട് എഴുന്നേറ്റ് ഓടാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇയാളെ ഗാസയിലെ കശാപ്പുകാരൻ എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. അതുപോലെ തന്നെയാണ് ഇയാളുടെ സഹോദരൻ മുഹമ്മദ് സിൻവർ. ഇയാൾ അതിനേക്കാൾ ക്രൂരനായ വ്യക്തിയായിരുന്നാണ് പറയപ്പെടുന്നത്. ആളുകളെ അതിക്രൂരമായ രീതിയിൽ കൊല ചെയ്യുന്നത് കണ്ടുരസിക്കുന്നതായിരുന്നു ഈ മുഹമ്മദ് സിൻവറിൻ്റെ സ്വഭാവം എന്നാണ് പറയപ്പെട്ടിരുന്നത്. അതുപോലെ സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെയൊക്കെ തന്നെ ഇയാൾ ഭീകരമായി ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്നും പറയപ്പെടുന്നുണ്ടായിരുന്നു. ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാനത്തിൻ്റെ നിമിഷമാണ്. വീണ്ടും ഇസ്രായേൽ ഹമാസ് സംഘർഷം ഒരുപക്ഷെ ഈ വരും ദിവസങ്ങളിൽ വാർത്തകൾ നിറയാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം സമാധാന കരാർ അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ കരാർ നിലവിലിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത് എന്ന് ഒരുപക്ഷെ ഹമാസും അവരുടെ അനുകൂലിക്കുന്നവരൊക്കെ തന്നെ കുറ്റപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ഈ ഇറാനുമായുള്ള യുദ്ധം ഇസ്രായേലും അമേരിക്ക നടത്തുന്നതിനിടെ ഇസ്രായേൽ എത്ര കൃത്യമായിട്ടാണ് തങ്ങളുടെ ആളുകളെ നേരത്തെ കൊന്നൊടുക്കിയ അവസാനത്തെ കണ്ണിയായ ഈ വ്യക്തിയുടെ പിറകെ കൂടിയിരുന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഹമാസ് തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചിരുന്ന പിന്നീട് മോചിതരായ പലരെയും ഇസ്രായേലിലെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നേരിട്ട് ഫോണിൽ വിളിച്ച് ഈ വാർത്ത അവർ അറിയിക്കുകയായിരുന്നത് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ നിമിഷമാണ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഏതായാലും ഇപ്പോൾ ഇറാനെതിരെ നടക്കുന്ന ഈ ഒരു സംഘർഷത്തിനിടയിലും ഇസ്രായേൽ തങ്ങളുടെ ദൗത്യം മറക്കാതെ പൂർത്തിയാക്കി എന്നുള്ളതിൽ ഏറെ സന്തോഷിക്കുകയാണ് ഇസ്രായേലിലെ ജനങ്ങൾ. കാരണം തങ്ങളെ കൂട്ടക്കൊല ചെയ്തതിലെ അവസാനത്തെ കണ്ണിയെ വരെ കണ്ടെത്തി അയാളെ വധിച്ചു എന്ന് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് എത്ര കാര്യക്ഷമമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. എല്ലാ കാലത്തും ഇസ്രായേലുകാരെ ആരെങ്കിലും ഉറപ്പെടുത്തിയാൽ അല്ലെങ്കിൽ അവരെ വധിച്ചാൽ അവരെ പിന്നാലെ കൂടി അവരെ പ്രതികാരം ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ വകവരുത്തുന്നതും
ഈ മൊസാദിൻ്റെ സ്ഥിരം രീതിയാണ്. അതേ വിദ്യ തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇവിടെയും പ്രയോഗിച്ചിട്ടുള്ളത്. ഏതായാലും ഇസ്രായേലിലെ ഹമാസ് ആക്രമണത്തിൻ്റെ അവസാന കണ്ണികൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വാസ്തവം.